കഴിഞ്ഞൊരു വീഡിയോയിൽ ട്രഡീഷണൽ കോസ്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായി ആൻഡ് നെക്സ്റ്റ് വീഡിയോയിൽ ABC കോസ്റ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ദിസ് ഇസ് ദ വീഡിയോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ട്രഡീഷണൽ കോസ്റ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പ്രോഡക്റ്റ് എയേക്കാൾ കൂടുതൽ മേ ബി പ്രോഡക്റ്റ് ബി ഓവർഹെഡ് കൺസ്യൂം ചെയ്യുന്നുണ്ടാവും, ബട്ട് സ്റ്റിൽ മെഷീൻ അവേഴ്സ് കുറവാണെന്ന ഒറ്റ കാരണത്താൽ പ്രൊഡക്റ്റ് ബിക്ക് പ്രൊഡക്റ്റ് എയേക്കാൾ കുറവാണ് ഓവർഹെഡ് കോസ്റ്റ് എന്നും, എന്നാൽ അതിനൊക്കെ ഒരു സൊല്യൂഷൻ എന്ന നിലയ്ക്കാണ് ABC കോസ്റ്റിങ്ങിന്റെ വരവെന്ന് പറഞ്ഞിട്ടുണ്ടായി. ബട്ട് ഹൗ? വെൽക്കം ടു ദ വേൾഡ് ഓഫ് ABC കോസ്റ്റിംഗ്. ട്രഡീഷണൽ കോസ്റ്റിംഗിൽ നമ്മൾ ഓവർഹെഡ് കോസ്റ്റ് മെഷീൻ അവേഴ്സ് അല്ലെങ്കിൽ ഡയറക്റ്റ് ലേബർ അവേഴ്സ് ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യുന്നു. ആസ് വി സെഡ്, that doesn't always give the correct result, but ABC gives a better idea. ABC അഥവാ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗിൽ നമ്മൾ കോസ്റ്റ് ഡിവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അലോക്കേറ്റ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ആക്ടിവിറ്റീസ് ലൈക്ക് മെഷീൻ സെറ്റപ്പ്, ഇൻസ്പെക്ഷൻ, പാക്കിംഗ് ആൻഡ് ഹൗ മച്ച് ഈച്ച് പ്രൊഡക്റ്റ് യൂസസ് ദോസ് ആക്ടിവിറ്റീസ്. ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ ഇൻ ടു 4 ഈസി സ്റ്റെപ്സ്. സ്റ്റെപ്പ് 1, ആക്ടിവിറ്റീസ് ഐഡന്റിഫൈ ചെയ്യാം. സ്റ്റെപ്പ് 2, ആക്ടിവിറ്റീസിന് ടോട്ടൽ കോസ്റ്റ് അസൈൻ ചെയ്യുക. സ്റ്റെപ്പ് 3, കോസ്റ്റ് ഡ്രൈവേഴ്സിനെ കണ്ടെത്തുക. സ്റ്റെപ്പ് 4, കോസ്റ്റ് ഡ്രൈവർ ഉപയോഗിച്ച് ആക്ടിവിറ്റി കോസ്റ്റ് പ്രോഡക്റ്റിൽ അലോക്കേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ കോസ്റ്റ് ഡ്രൈവറിനെ കുറിച്ച് ട്രഡീഷണൽ കോസ്റ്റിംഗിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അത് കാണാത്തവർ അതുകൂടെ ഒന്ന് വാച്ച് ചെയ്തിട്ട് വരും. ഇനി നമുക്കിതൊരു എക്സാമ്പിൾ സഹിതം പറഞ്ഞു നോക്കാം. സപ്പോസ് പ്രോഡക്റ്റ് A നീഡ്സ് 5 സെറ്റപ്സ് ആൻഡ് പ്രോഡക്റ്റ് B നീഡ്സ് ജസ്റ്റ് 1 സെറ്റപ്പ് ആൻഡ് നമ്മുടെ സെറ്റപ്പ് കോസ്റ്റ് എന്ന് പറയുന്നത് 60,000 ആണ്. ഇവിടുത്തെ നമ്മുടെ ആക്ടിവിറ്റി മെഷീൻ സെറ്റപ്പും കോസ്റ്റ് ഡ്രൈവർ നമ്പർ ഓഫ് സെറ്റപ്സും ആണ്. ടോട്ടൽ സെറ്റപ്പ് കോസ്റ്റ് ആയ 60,000 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സെറ്റപ്സ് ആയ 6 ചെയ്യാം. അപ്പൊ നമുക്ക് 10,000 പെർ സെറ്റപ്പ് എന്ന് കിട്ടും. അതായത് ഒരു സെറ്റപ്പ് യൂസ് ചെയ്യുന്നതിന് 10,000 ആണ് കോസ്റ്റ്. ഇനി നമുക്ക് കോസ്റ്റ് അസൈൻ ചെയ്ത് കൊടുക്കാം. പ്രോഡക്റ്റ് A യൂസസ് 5 സെറ്റപ്സ് വിച്ച് ഈസ് 5 into 10,000, 50,000 ആണ് പ്രോഡക്റ്റ് Aക്ക് വരുന്ന കോസ്റ്റ്. ഇനി പ്രോഡക്റ്റ് B യൂസസ് ജസ്റ്റ് 1 സെറ്റപ്പ്, അപ്പോൾ 1 into 10,000, അതായത് 10,000 ആണ് നമ്മുടെ പ്രൊഡക്റ്റ് ബിക്ക് വരുന്ന സെറ്റപ്പ് കോസ്റ്റ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സെറ്റപ്സ് യൂസ് ചെയ്ത പ്രൊഡക്റ്റ് എക്ക് കൂടുതൽ കോസ്റ്റും എന്നാൽ കുറവ് സെറ്റപ്പ് യൂസ് ചെയ്ത പ്രൊഡക്റ്റ് ബിക്ക് കുറവ് ഓവർഹെഡ് കോസ്റ്റും അലോക്കേറ്റ് ചെയ്തു. സോ മോർ ആക്ടിവിറ്റി യൂസ് ഈസ് ഈക്വൽ ടു മോർ കോസ്റ്റ് അസൈൻ. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ആക്യുറേറ്റ് ആയിട്ടുള്ള കോസ്റ്റ് ആണ് ഓരോ പ്രൊഡക്റ്റിനും അസൈൻ ചെയ്യുന്നത്. മാത്രമല്ല ഇതിൽ പ്രോഫിറ്റബിൾ ഏതാണ് അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റബിൾ പ്രോഡക്ട്സ് ഏതാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ട്രഡീഷണൽ കോസ്റ്റിങ്ങിനെ വെച്ച് നോക്കുമ്പോൾ ABCക്കാണ് കൂടുതൽ ആക്യുറസി. അതായത് ഏതെങ്കിലും ഒരു കോസ്റ്റ് ഡ്രൈവർ എടുത്ത് കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യാണ്ട് ആ കോസ്റ്റ് ഉണ്ടാവാനുള്ള കാരണം എന്താണ്, അല്ലെങ്കിൽ ആ ഒരു കോസ്റ്റ് ഡ്രൈവർ യൂസ് ചെയ്താണ് നമ്മൾ കോസ്റ്റ് അല്ലെങ്കിൽ ഓവർഹെഡ് അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ABC കോസ്റ്റിങ്ങിനെ കുറിച്ചും ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്.